നമസ്കാരം. നിങ്ങൾ ഈ രീതിയിലാണോ ഷാമ്പു ഉപയോഗിക്കുന്നത്? ഈ രീതിയിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഉറപ്പായും നിങ്ങളുടെ തല മൊട്ടയാവും. നമ്മൾ ഓരോ മുടിയും ഉണ്ടല്ലോ, ഹെൽത്ത് വളരെ വ്യത്യാസമായിരിക്കും ഓരോരുത്തരുടെ. അപ്പം നമ്മുടെ മുടിയുടെ ഹെൽത്തിനനുസരിച്ചുള്ള ഷാമ്പു വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. അതേപോലെ തന്നെ ഒരു കാരണവശാലും വീര്യം കൂടിയ ഷാമ്പു ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് നല്ല രീതിയിൽ ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. അല്ലെങ്കിൽ നമ്മുടെ തലയ്ക്കും കേടാണ്. അതേപോലെ തന്നെ നമ്മുടെ ഹെയർ ഫോൾസ് ഉണ്ടാവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. നമുക്ക് മുടി എന്ന് പറയുന്നത് എല്ലാവർക്കും വളരെ ഇഷ്ടമാണ് അല്ലേ? ഇപ്പൊ നമ്മൾ സ്ത്രീകൾ മാത്രമല്ല, പുരുഷന്മാരും മുടി വളർത്തുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അവരാണ് കുറച്ചും കൂടി മുടിയെ നന്നായിട്ട് ഹെൽത്തി ആയിട്ടൊക്കെ സൂക്ഷിക്കുന്ന സ്ത്രീകളെക്കാൾ കൂടുതൽ പുരുഷന്മാരാണ്. അവർ നല്ല ലോങ് ഹെയർ ഒക്കെ ആണെങ്കിൽ നല്ല ഭംഗിയാണ് ചില പുരുഷന്മാരുടെയൊക്കെ മുടി കിടക്കുന്നത് കാണാൻ തന്നെ. അപ്പൊ അതിനുള്ളൊരു അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ മസാജിങ് കൊടുക്കുക തലയ്ക്ക്. അത് ഓയിലിട്ട് തന്നെ, നമ്മൾ യൂസ് ചെയ്യുന്ന ഓയിൽ ഏതാണ് ആ ഓയിൽ ഇട്ടിട്ട് മസാജിങ് കൊടുക്കുക. അതേപോലെ തന്നെ നമ്മൾ എല്ലാവരും ജോലിക്കാരാണ്. ജോലിക്ക് പോകുന്ന ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ ഒരു ഹോട്ട് ഓയിൽ മസാജോ, ആ ഹോട്ട് ഓയിൽ മസാജൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന എണ്ണ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയത് നല്ല തലയിൽ നന്നായിട്ട് മസാജ് ചെയ്ത് പിടിപ്പിക്കുക. അതിനുശേഷം നല്ല മൈൽഡ് ഷാമ്പു, ഒട്ടും വീര്യം അധികം ഇല്ലാത്ത ഷാമ്പു ഇട്ട് വാഷ് ചെയ്ത് കളയുക. അത് നല്ല രീതിയിൽ ഹെയറിന് ഹെൽത്ത് ഉണ്ടാവാനായിട്ട് നല്ലതാണ്. നമ്മുടെ മുടിയിൽ തന്നെ ചെയ്യുന്ന കുറേ തെറ്റുകളുണ്ട്. കാരണം നമ്മൾ രാവിലെ എഴുന്നേറ്റ് സ്ത്രീകളാണെങ്കിൽ ജോലിക്ക് പോകണം, അത് വീട്ടിലെ പണികൾ ചെയ്യണം. അതിനിടയിൽ വീട്ടിലെ പണിയെല്ലാം കഴിഞ്ഞ് പല്ല് തേച്ച് പെട്ടെന്ന് കുളിക്കാനായിട്ട് വാഷ്റൂമിലേക്ക് കയറുന്ന സമയത്ത് നമുക്ക് ആ മുടി ഒന്ന് കോംബ് ചെയ്യാനോ ഒന്ന് വിടുത്ത് ഇത് ചെയ്യാനോ ഒന്നുമുള്ള സമയമില്ല. നേരെ പോവുക, കുളിക്കുക എന്നുള്ളതാണ്. അത് പക്ഷേ വളരെ വലിയൊരു തെറ്റാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഒരു കാരണവശാലും അങ്ങനെ ഡയറക്റ്റ് പോയി തല കഴുകരുത്. നല്ല രീതിയിൽ കോംബ് ചെയ്ത് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം ഹെയർ വാഷ് ചെയ്യുക. എല്ലാ ദിവസവും നമ്മൾ ഹെയർ 2 നേരം, ഇപ്പം രാവിലെ നമ്മൾ കുളിക്കുന്നതിന് മുമ്പും നന്നായിട്ട് മസാജ് ചെയ്യുക, എണ്ണയിട്ട് മസാജ് ചെയ്ത് ചീകിയിട്ട് വേണം കുളിക്കാനായിട്ട്. അതേപോലെ തന്നെ വൈകുന്നേരം നമ്മൾ കിടക്കുന്നതിന് മുന്നേയും ഇതുപോലെ തന്നെ ചെയ്യാം. നമ്മൾ കാരണം ജോലിക്കൊക്കെ പോകുക അല്ലെങ്കിൽ വീട്ടിൽ പണിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹെയർ കെട്ടി വെച്ചിട്ടായിരിക്കും ഇരിക്കുക. അപ്പം അതൊക്കെ ഒന്ന് വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് നന്നായിട്ട് ചീവി ജടയെല്ലാം കളഞ്ഞതിന് ശേഷം മാത്രം രാത്രി കിടക്കുന്നതിനും പോവുക. അതേപോലെ തന്നെ രാവിലെ എണീറ്റ് കുളിക്കുന്ന സമയത്തും അങ്ങനെ തന്നെ ചെയ്യുക. അതുപോലെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഷാമ്പു ഉറപ്പായും ഹെയറിൽ ഉപയോഗിക്കുക. കാരണം നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴാണെങ്കിലും നമ്മൾ വീട്ടിലാണെങ്കിലും എപ്പോഴും നമ്മുടെ തലയിൽ പൊടിയും ചെളിയും ഒക്കെ ഉണ്ടാവും. അത് താരൻ വരാനുള്ള സാധ്യതകളെയും കൂടുതലാണ്. കാരണം താരൻ ഒരുപാട് ഉണ്ടാവാനുള്ള, ചെളിയും അങ്ങനെയുള്ള പൊടികളും ഒക്കെ ഇരിക്കുമ്പോഴും നമ്മുടെ തലയിൽ താരൻ ഒരുപാട് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ തല ചീകി വൃത്തിയാക്കി ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ജടയെല്ലാം കളഞ്ഞതിന് ശേഷം ഷാമ്പു ഉപയോഗിക്കുക. ആ ഷാമ്പു ഉപയോഗിക്കുന്നത് ഡയറക്റ്റ് നമ്മൾ ഒരിക്കലും തിരക്കാണ്, നമുക്ക് എവിടെയെങ്കിലും പോകാനുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ അപ്ലൈ ചെയ്യാതിരിക്കുക. അത് വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്ത് കലക്കിയതിന് ശേഷം മാത്രം നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുക. കെമിക്കൽ കണ്ടന്റ് കൂടുതലുള്ള ഷാമ്പു ഒരു കാരണവശാലും ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല. കാരണം അത് നമ്മുടെ മുടിയുടെ ഹെൽത്ത് കുറയ്ക്കാനും അത് മുടി പൊട്ടിപ്പോകാനും കൊഴിഞ്ഞു പോകാനും ഒക്കെ ഒരുപാട് സാധ്യതയുണ്ട്. അപ്പം നമ്മുടെ മുടിയുടെ ഹെൽത്ത് നോക്കി വേണം നമ്മൾ ഷാമ്പു തിരഞ്ഞെടുക്കാനായിട്ട്. നമ്മൾ ഷാമ്പു എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിരക്കുകൾക്കിടയിൽ നമ്മൾ കടയിൽ പോകുന്നു, സൂപ്പർ മാർക്കറ്റിൽ പോകുന്നു, സാധനം വാങ്ങിക്കുന്നു, അതിൻ്റെ കൂടെ കിട്ടുന്ന ഷാമ്പു വാങ്ങിച്ചുകൊണ്ട് വരുന്നു, യൂസ് ചെയ്യുന്നു. അതാണ് കൂടുതൽ ആൾക്കാരും ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു ഷാമ്പു വാങ്ങിക്കുന്നു, തലയിൽ ഉപയോഗിക്കുന്നു. അത്ര ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവർ മാത്രമായിരിക്കും അവരുടെ ഹെൽത്ത് നോക്കി, ഹെയറിന്റെ ഹെൽത്ത് നോക്കിയൊക്കെ വാങ്ങിക്കുന്നത്. അപ്പം നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഷാമ്പു തന്നെ ഉപയോഗിക്കണം എന്നില്ല. നമുക്ക് തിരക്കില്ലാത്ത സമയങ്ങളിൽ, എപ്പോഴെങ്കിലും ഫ്രീ ടൈം കിട്ടുന്ന സമയങ്ങളിൽ നമ്മുടെ നാച്ചുറൽ ഷാമ്പൂസ് നമുക്ക് യൂസ് ചെയ്യാം. നമ്മുടെ പ്രകൃതിദത്തമായിട്ട് ഇത്രയും നല്ലൊരു സാധനങ്ങൾ കിട്ടുമ്പോൾ നമുക്കത് വെറുതെ കളയേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ ചെമ്പരത്തിയില, ചെമ്പരത്തി പൂവ്, അതേപോലെ തന്നെ കേശവർദ്ധിനി, മൈലാഞ്ചി, കറ്റാർ വാഴ, കയ്യോന്നി, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇടിച്ച് പിഴിഞ്ഞ് അതിൻ്റെ നീര് എണ്ണയും ചേർത്ത് നമുക്ക് തലയിൽ പുരട്ടി കഴിഞ്ഞാൽ നല്ല അടിപൊളി ഷാമ്പു ആണ്. നല്ലതായിട്ട് ഹെയർ നല്ല സിൽക്കി ആയിട്ട് കിടക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ ഹെയറിലെ നമ്മുടെ തലയോട്ടിയിലുള്ള ചെളിയെല്ലാം പോകും. നാച്ചുറലാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ഇതിനകത്ത് ചില ഐറ്റംസിന് നമ്മുടെ ശരീരത്തിന് തലയ്ക്ക് തണുപ്പടിക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ തലയ്ക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിൽ തണുപ്പ് വരികയാണ്, നമുക്ക് ജലദോഷം, നീർക്കെട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഷാമ്പു ഉപയോഗിക്കുമ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രാമ്പു ഉണ്ടല്ലോ, ഗ്രാമ്പു ഒന്ന് ചതച്ചിട്ട് അത് പൊടിയാക്കിയിട്ട് അത് നമ്മുടെ നെറുകയിൽ തിരുമുക. നമ്മൾ രാസ്നാദിപ്പൊടിയൊക്കെ തിരുമുന്ന പോലെ അത് തിരുമുക. എത്ര കൂടി നമ്മൾ ഹെന്ന ഉപയോഗിക്കാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. കാരണം പെടലിക്ക് നീരിറങ്ങുക, അതേപോലെ തന്നെ തലവേദന ഉണ്ടാവുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പം ഈ ഒരു സാധനം നമ്മൾ ഈ ഗ്രാമ്പു ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു ടിപ്പാണത്. ഗ്രാമ്പു പൊടിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് തലയിൽ പെരട്ടി നമ്മൾ യൂസ് ചെയ്ത് വാഷ് ചെയ്ത് ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും, കാരണം നമ്മൾ തലയെല്ലാം തോർത്തി കഴിയുമ്പോൾ നെറുകയിൽ തൂക്കുക.
തൂത്ത് കഴിഞ്ഞാൽ ജലദോഷമോ നീർക്കെട്ടോ പനിയോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. കാരണം ഞങ്ങളെ ബ്യൂട്ടീഷ്യൻ പഠിപ്പിച്ച ഒരു ചേച്ചി നമുക്ക് പറഞ്ഞു തന്നാണ് കേട്ടോ. നമ്മളത് യൂസ് ചെയ്തിട്ടുമുണ്ട്, അത് നമുക്കതൊക്കെ ഫലത്തിൽ വന്നിട്ടും ഉള്ളൊരു കാര്യമാണ്. എല്ലാവർക്കും ഒരുപാട് മുടി ആഗ്രഹമുള്ളതല്ലേ? നല്ല ഹെൽത്തി ഹെയർ ആണെങ്കിൽ നമ്മൾ ഈ ഹെയർ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ ഷാമ്പൂലോ അല്ലെങ്കിൽ നമ്മൾ ഇത് മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, നമ്മുടെ ഭക്ഷണ കാര്യങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. എങ്കിലും മാത്രമേ നമ്മുടെ മുടിയുടെ ഹെൽത്ത് നിലനിൽക്കത്തുള്ളൂ, എങ്കിലും മാത്രമേ നല്ല ഹെൽത്തി ആയിട്ടുള്ള മുടി നമുക്ക് ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ അടുത്തൊരു ഇതുപോലുള്ള ടിപ്പ് വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും. അപ്പോൾ സൈനിങ് ഓഫ് ബൈ ശ്രീജ.